ലോകത്തെമ്പാടുമുള്ള ആസ്വാദകർക്ക് കാഴ്ചവിരുന്നൊരുക്കുന്ന തൃശൂർ പൂരത്തിന്റെ പ്രധാന നടത്തിപ്പുകാരാണ് തിരുവമ്പാടി ക്ഷേത്രവും ദേശക്കാരും. ശ്രീകൃഷ്ണനാണ് മുഖ്യ പ്രതിഷ്ഠയെങ്കിലും തിരുവമ്പാടി ഭഗവതിക്കാണ് പൂരത്തിന്റെ പ്രമാണിത്വം. ഓരോ പൂരങ്ങളുടെയും സംഘാടനത്തിലും നടത്തിപ്പിലും പാറമേക്കാവിനോളം തന്നെ തുല്യ പ്രാധാന്യമാണ് തിരുവമ്പാടി ക്ഷേത്രത്തിനും ദേവസ്വത്തിനുമുള്ളത്. ഗുരുവായൂരിനടുത്ത് എടക്കളത്തൂരിലെ അമ്പാടിപ്പറമ്പിലെ പാർത്ഥസാരഥി പ്രതിഷ്ഠയാണ് തിരുവമ്പാടി കണ്ണനായി മാറിയതെന്നാണ് വിശ്വാസം. കൊടുങ്ങല്ലൂർ അമ്മയായ ശ്രീഭദ്രകാളി ഭക്തനൊപ്പമെത്തി തിരുവമ്പാടിയിൽ കുടിയിരുന്നതായും പറയപ്പെടുന്നു. ബാലരൂപത്തിലുള്ള കൃഷ്ണനും ഭദ്രയും പ്രതിഷ്ഠകളായുള്ള ക്ഷേത്രം വർഷത്തിൽ 10 മാസവും ആഘോഷങ്ങളാലും ആചാരപരമായ ചടങ്ങുകളാലും സമ്പന്നമാണ്. എടക്കളത്തൂരിലെ പാർത്ഥസാരഥി പ്രതിഷ്ഠ തൃശൂരിലെ കണ്ടനാത്ത് മനയിലെത്തിച്ചപ്പോൾ ഭദ്രകാളി ഭക്തനായിരുന്ന മനയിലെ നമ്പൂരി കൊടുങ്ങല്ലൂരിലെത്തി. പ്രായത്തിന്റെ അവശത മൂലം ഇനി ക്ഷേത്രത്തിലെത്താനാവില്ലെന്ന് സങ്കടം പറഞ്ഞ നമ്പൂരിക്കൊപ്പം ദേവി ഓലക്കുടയിലേറി തൃശൂരിലെത്തിയെന്നാണ് ഐതിഹ്യം. ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് മനയോട് ചേർന്ന സ്ഥലം ക്ഷേത്രമാക്കി തിരുവമ്പാടി കണ്ണനെയും കൊടുങ്ങല്ലൂർ അമ്മയെയും ദേശക്കാർ ചേർന്ന് പ്രതിഷ്ഠിച്ചത്. അക്കാലത്ത് ചെറിയ ക്ഷേത്രമായിരുന്ന തിരുവമ്പാടിയെ വികസിപ്പിച്ചതും തൃശൂർ പൂരത്തിലെ പ്രധാനികളാക്കിയതും കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാനാണെന്നാണ് ചരിത്രം. തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഭഗവാനാണ് ഇവിടെ മെയിൻ പ്രതിഷ്ഠ. അതുപോലെ തന്നെ ഭഗവാന്റെ ഇടത് സൈഡിൽ ഭഗവതിയുണ്ട്. ബാലഭദ്രകാളിയാണ് പ്രതിഷ്ഠയുള്ളത്. രണ്ട് ഭഗവതിയും ഭഗവാനും കൂടിയിട്ടുള്ള രണ്ട് മൂർത്തികൾ ഒരുമിച്ചിരിക്കുന്ന സ്ഥലമാണ്. പക്ഷേ തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് എന്നറിയപ്പെടുന്നത്. സഹോദരിയായ പാറമേക്കാവ് ഭഗവതിക്കൊപ്പം തിരുവമ്പാടി ഭഗവതിയും 2 നൂറ്റാണ്ടിലേറെക്കാലമായി പൂരത്തിന്റെ നെടുനായകത്വം വഹിക്കുന്നു. പൂര ദിവസം രാവിലെ തൃശൂർ നഗരത്തിൽ തന്നെയുള്ള ബ്രഹ്മസം മഠത്തിലേക്കാണ് ഭഗവതി ആദ്യം പുറപ്പെടുക. മഠത്തിലെ ഇറക്കിപ്പൂജയ്ക്ക് ശേഷം വടക്കുന്നാഥ സന്നിധിയിലേക്ക് ദേവി എത്തുന്നതിനെയാണ് പൂരത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ചടങ്ങുകളിലൊന്നായ മഠത്തിൽ വരവെന്ന് പറയുന്നത്. 3 ആനപ്പുറത്ത് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ തുടങ്ങുന്ന മഠത്തിൽ വരവ് പ്രദക്ഷിണ വഴിയിലെത്തുമ്പോൾ ആനകളുടെ എണ്ണം 7 ആകും. നായ്ക്കനാലിൽ പഞ്ചവാദ്യം കലാശിക്കുന്നതോടെ പാണ്ടിമേളത്തിന് തുടക്കം. അവിടെ ആനകളുടെ എണ്ണം 15 ആകും. നായ്ക്കനാലിൽ നിന്ന് വടക്കുന്നാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്തേക്ക് ദേവി എഴുന്നള്ളുമ്പോൾ ഇലഞ്ഞിത്തറമേളം പൂർത്തിയാകും. തുടർന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവിമാർ തെക്കേ നടവഴി പുറത്തേക്കിറങ്ങുന്നതോടെയാണ് പൂരത്തിലെ ദൃശ്യവിരുന്നുകൾ ആരംഭിക്കുക. തിരുവമ്പാടി വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രസിദ്ധമായത് ചരിത്ര പ്രസിദ്ധം എന്ന് തന്നെ പറയണം. അത് മഠത്തിലെ വരവാണ്. മഠത്തിലെ വരവ് പഞ്ചവാദ്യം എന്ന് പറഞ്ഞാൽ ഏറെ പ്രസിദ്ധമാണ്, ലോകപ്രസിദ്ധമാണ്. അതുപോലെ തന്നെ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇലഞ്ഞിത്തറമേളം. അങ്ങനെ ഓരോ പ്രത്യേകതകൾ തിരുവമ്പാടി വിഭാഗത്തിനുണ്ട്. മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകളാണ് ഓരോ പൂരവുമായും ബന്ധപ്പെട്ട് പ്രധാന സംഘാടകരായ തിരുവമ്പാടി ക്ഷേത്രവും ദേവസ്വവും നടത്തുക. വിശ്വാസികൾക്കും ആസ്വാദകർക്കുമായി പൂരവിരുന്നൊരുക്കുന്നതിനായി ഒട്ടേറെ വിഭവങ്ങളുമായി തങ്ങൾ കാത്തിരിക്കുകയാണെന്നാണ് തിരുവമ്പാടി ദേശക്കാർ ഒന്നാകെ പറയുന്നത്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.